റഷാസ് വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ജനുവരി 1 ന്യൂ ഇയർ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഒരു സിമ്പിൾ വെജിറ്റേറിയൻ ലഞ്ച് ആക്കിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ഫുൾ നോൺ വെജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ അരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് അരി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് തഞ്ചാവൂർ കുറുവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അരിയാണ് കേട്ടോ. അപ്പോൾ കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അരിയൊക്കെ ഇതാ കഴുകി എടുക്കുകയാണ്. വളരെ കുറച്ച് ചോറ് മാത്രമാണ് കേട്ടോ ഇവിടെ കഴിക്കാറുള്ളൂ. ആയാലും അതുപോലെ മക്കളും ഞാനും ഒക്കെ കുറച്ച് ചോറ് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അരി മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇതാ നന്നായിട്ട് കഴുകി എടുക്കുകയാണ്. കുക്കറിൽ അരി ഇടുമ്പോൾ കുറച്ചധികം വെള്ളം വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ ഞാൻ എപ്പോഴും വീട്ടിലാണെങ്കിലും അതേ കുക്കറിൽ തന്നെയാണ് വെക്കാറുള്ളത്. കുക്കറിൽ വെക്കുന്ന അരിക്ക് കുറച്ച് ടേസ്റ്റ് കൂടും കേട്ടോ, കാരണം നല്ല സോഫ്റ്റ് ആവുമല്ലോ. നമ്മൾ അടുപ്പത്തിട്ട് വെക്കുമ്പോൾ അതിങ്ങനെ നല്ല ഹാർഡായി പോവും. അപ്പോൾ എനിക്കിഷ്ടം ഈ കുക്കറിൽ ഉണ്ടാക്കിയ ചോറാണ്. ഇതൊരു 2 വിസിൽ അടിച്ചിട്ട് ഒന്ന് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓഫാക്കാം കേട്ടോ. അപ്പോൾ അത്രയും പെട്ടെന്ന് റെഡിയാവും ഈ ഒരു കുക്കറിൽ വെക്കുമ്പോൾ. കറി വെക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിത് അവിടെ എടുത്ത് വെക്കുകയാണ്. കയ്പ്പൊക്കെ എടുത്തിട്ടുണ്ട്, ബീട്രൂട്ട്, അതുപോലെ ചിരവക്കായ, അതൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ചിരവക്കായ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ, പകുതി മാത്രമേ എടുക്കണുള്ളൂ. ബാക്കി പിന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് മാറ്റി വെക്കുകയാണ്. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നേരമാണ് ചോറ് കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളത് വേസ്റ്റ് ആവും. അപ്പോൾ ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. പീലർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പീലർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. മറ്റേത് കുറേ നമ്മുടെ കഷ്ണങ്ങളും പോകുന്നുണ്ട്. ഇനി ഞാനിത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇന്ന് കയ്പ്പക്ക കൊണ്ടൊരു ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കയ്പ്പക്ക വട്ടനെ തന്നെ ഇങ്ങനെ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കുകയാണ്. ഇതിലേക്ക് ഇനി മസാല പുരട്ടിയെടുക്കണം. നമ്മൾ മീനൊക്കെ പൊരിക്കുമ്പോൾ മസാല പുരട്ടില്ലേ, അതേപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് മസാല പുരട്ടിയെടുക്കണം. അടുത്തത് ബീട്രൂട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ബീട്രൂട്ട് അത്യാവശ്യം വലുപ്പമുള്ള ബീട്രൂട്ടാണ്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് എടുത്തപ്പോൾ അത് ഏറ്റവും ചെറിയ ബീട്രൂട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ, വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഇതാ കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ കയ്പ്പൊക്കെ മസാല പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് കറിയിലേക്കുള്ള ഈ ഒരു പച്ചമുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കിംഗ് മാത്രമാണല്ലോ ചെയ്യാനുള്ളൂ. അപ്പോൾ അതൊക്കെ വേഗം ചെയ്തെടുക്കുകയാണ്. ഇനി ചിരവക്കായ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ചിരവക്കായ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ബീട്രൂട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ വെച്ചിട്ടോ. അത് വലിയൊരു കപ്പാണ് കേട്ടോ. ഇനി ഉപ്പേരിയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ച് വെക്കുകയാണ് കേട്ടോ. മുളക്, ഉള്ളി, അതുപോലെ വെളുത്തുള്ളി എല്ലാം കൂടിയിട്ടൊന്ന് ചതച്ചൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഈ മുളക് ചതയണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ചിരവക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, തേങ്ങാപ്പൊടി, അത് ചേർത്ത് കൊടുക്കാം. ഇത് ഈസ്റ്റേണിൻ്റെ കോക്കനട്ട് പൗഡറാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു തിള വരണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് അത് മാറ്റി വെക്കാം. എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം.
ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുകിൻ്റെ കൂടെ ഒരു ഉണക്കമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാനിതാ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിരവക്കായ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ആ പാനിൽ തന്നെ ഉപ്പേരി തൂമിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടിയിട്ടുള്ള ആ ഒരു ചതച്ചുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഉപ്പേരിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കയ്പക്ക പൊരിക്കാം. ആ പാനിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ കയ്പക്ക അങ്ങനെ വട്ടന നുറുക്കി വെച്ചതാണല്ലോ, അതിങ്ങനെ ഓരോന്ന് ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. കയ്പൊക്കെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർ കഴിക്കും കേട്ടോ. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, അവർ കഴിക്കുകയും ചെയ്യും. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം, സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനൊക്കെ നമുക്ക് ഒരു ദിവസമൊക്കെ നമുക്ക് നോൺ വെജൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചോറൊക്കെ ഇതാ കുക്കറിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരിപ്പയിൽക്കാണ് കേട്ടോ ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്നതാണ്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഈ ചോറൊന്ന് വേവ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ ഒരു അരിപ്പയിൽക്ക് എടുത്തിട്ട് ഊറ്റിയെടുക്കാം. അങ്ങനെ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ചോറൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ വെജിറ്റേറിയൻ ലഞ്ചായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ 2022 ആദ്യത്തെ ലഞ്ചായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.